ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജസ്ന സലീം. അതായത് പച്ചക്കള്ളം പറയുകയാണ്, ഞാൻ വീടുണ്ടാക്കിയത് കണ്ണനെ വരച്ച് എന്ന്. അപ്പോൾ അതിനെ ഇപ്പോൾ ഞാൻ പൊളിക്കാൻ പോവുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ജസ്ന സലീം വീടുണ്ടാക്കിയത് കണ്ണനെ വരച്ചല്ല. അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോയുടെ അവസാന ഭാഗം. അപ്പോൾ അവൾ വെറുതെ മീഡിയാസിന് മുമ്പ് ഞാൻ കണ്ണനെ വരച്ച് പൈസ ഉണ്ടാക്കിയത് എന്നല്ലോ പറയുന്നത്. അപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം അവൾക്ക് മറുപടി കൊടുത്തതിന് ശേഷം പ്രൂഫ് സഹിതം ഞാൻ നിങ്ങളെ തെളിയിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഏകദേശം 16 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ 750 ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചെടുത്തത്. അപ്പൊ 750 കണ്ണനെ വരച്ച 16 ലക്ഷം കിട്ടുമോ? എനിക്കൊരു ഫോട്ടോക്ക് എന്ന് വെച്ചാൽ ഞാൻ 5000 രൂപയാണ് മേടിക്കുന്നത്. നോക്കൂ, ജസ്ന സലീം പറയുകയാണ് ഒരു ഫോട്ടോ വരച്ചാൽ 5000 രൂപയാണ് എനിക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ വീടിന് എത്രയാണ് ചിലവായത്? 16 ലക്ഷമാണ്. അപ്പോൾ നമുക്കൊന്ന് ഇൻഡു ചെയ്ത് നോക്കാം. നോക്കൂ, 5000 ഇൻഡു 750. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ 37 ലക്ഷമാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം മനസ്സിലായി, ജസ്ന സലീം പറഞ്ഞത് പച്ചക്കള്ളമാണ്. 5000 വെച്ചാണ് ഒരു ചിത്രത്തിന് കിട്ടുന്നതെങ്കിൽ 37 ലക്ഷമാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതൊരു നിർണായക പ്രൂഫല്ല, ഇഷ്ടംപോലെ പ്രൂഫ് ഉണ്ട്. എല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ച് തരാം. ബാക്കിയും കൂടി അവൾ പറയുന്നു, അത് നമുക്ക് കേട്ടുകൊണ്ട് പ്രൂഫ് സഹിതം പൊളിക്കാം. ഓക്കെ, ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ 4 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത്. നോക്കൂ, ഇപ്പോ അവൾ പറഞ്ഞത് ഒരു ഫോട്ടോ വരക്കണമെങ്കിൽ 4 ദിവസമാണ് എനിക്ക് വേണ്ടി വരുന്നത് എന്നാണ് ജസ്ന സലീം പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, അവൾ പറഞ്ഞത് 4 ദിവസം വേണം ഒരു ഫോട്ടോ വരക്കാൻ എന്നാണ്. അടുത്ത വീഡിയോ കൂടി നമ്മൾ കേൾക്കാം, അതിൽ പറയുന്നത് എന്താണ്. മറക്കല്ലേ, ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ 4 ദിവസം എന്നാണ് ജസ്ന സലീം പറയുന്നത്. ഈ വീഡിയോ കൂടി കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ ദിവസം 4ഉം 5ഉം ഫോട്ടോ ഒരുമിച്ച് ചെയ്യും. കാരണം എനിക്കൊരു ഫോട്ടോക്ക് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവും, ബാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. നോക്കൂ, ആദ്യം പറഞ്ഞു ഒരു ഫോട്ടോ റെഡിയാക്കാൻ 4 ദിവസം വേണം. പച്ചക്കള്ളമാണ് പറയുന്നത്. തെളിവുണ്ട്, ഇഷ്ടം പോലെ തെളിവുണ്ട്, ഞാൻ തെളിയിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ 4ഉം 5ഉം ഫോട്ടോസ് വെച്ച് വരച്ച്, ശരിക്കും വരച്ചാൽ ഞാൻ ഉറക്കൊഴിഞ്ഞ് വരച്ച്, ഞാൻ വീട് പണി തുടങ്ങിയിട്ട് 8 മാസമായിട്ട് കുറ്റി അടിച്ച് ഒരു നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വീട് പണി തുടങ്ങി ഒരു 8 മാസങ്ങൾ കൊണ്ട് ഞാനത് പൂർത്തീകരിച്ചത്. പക്ഷെ ഫോട്ടോ ഫുള്ളായിട്ട് ഞാൻ കൊടുത്ത് തീർത്തില്ല കേട്ടോ. എനിക്ക് എല്ലാവരും എന്ന് പറയുന്നതിന് ഒരുവിധ ശ്രദ്ധിച്ചു കേൾക്കുക. ജസ്ന സലീം പറയുന്നത്, ഞാൻ ഉറങ്ങാതെ കാത്തിരുന്ന് കണ്ണനെ വരച്ചുകൊണ്ടാണ്, അതായത് ഒരു ദിവസം 4ഉം 5ഉം കണ്ണനെ വരച്ചാണ് പൈസ ഉണ്ടാക്കിയെന്നാണ് ജസ്ന സലീം പറയുന്നത്. അതിനിപ്പോ ഞാൻ പൊളിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചു നോക്കണേ. അതായത് ജസ്ന സലീം ഒരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കണക്കാണ്. നോക്കൂ നിങ്ങൾ, 1 2 3 4 5 6 വീഡിയോസ് ആണ് അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞില്ല, ഞാൻ ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക്. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ നോക്കൂ, ഒരു ദിവസം മിനിമം 6ഓ 7ഓ വീഡിയോസ് അവർ അവരുടെ ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യൂട്യൂബ് ലൈവ് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ദിവസം, അത് എല്ലാ ദിവസവും ഉണ്ട്. ഒരു 7 മണിക്ക് തുടങ്ങിയാൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു 10 മണി വരെ ലൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ 6 പോസ്റ്റ് ചെയ്യുന്ന ജസ്ന യൂട്യൂബിൽ 6 പോസ്റ്റ് ചെയ്തു. അതിനുശേഷം 2-3 മണിക്കൂറും ലൈവ് ഇടുന്ന ജസ്നക്ക് എവിടെ നിന്നാണ് സമയം? ഒരു വീഡിയോ, അത് എത്ര എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബർ ആണെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കണമെങ്കിൽ മിനിമം 1 മണിക്കൂർ എഡിറ്റിങ്ങിന് വേണം. അതായത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോവും, അതിനെ മാറ്റണം. അപ്പോൾ മിനിമം 1 മണിക്കൂർ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണം. ഇവിടെ ജസ്ന സലീം 6ഉം 7ഉം വീഡിയോ ആണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കത് കുറച്ച് 4 മണിക്കൂർ അങ്ങനെ വെക്കാം. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിലും 4ഉം 5ഉം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒരു 3 മണിക്കൂർ അവിടെ. അപ്പോൾ 7 മണിക്കൂറായി. അതിനുശേഷം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു 10 മണിക്കൂർ. പിന്നീട് ലൈവ് ഉണ്ട്, എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ ഒരു ലൈവ് ഉണ്ട്. അപ്പോൾ ആ ലൈവിന് ജസ്നക്ക് വേണ്ടത് ഒരു 2-3 മണിക്കൂർ. അപ്പോൾ 13-12 മണിക്കൂർ അങ്ങനെ പോയി, സോഷ്യൽ മീഡിയയിൽ പോയി. അതിനുശേഷം ഫുഡ് കഴിക്കണം, മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, പിന്നീട് വീട് വൃത്തിയാക്കണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം? മനുഷ്യന്മാരല്ലേ, മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങണ്ടേ?
ജസ്ന സലീം എന്ന് പറയുമ്പോൾ നാടകമാണ്. നമുക്കൊക്കെ അറിയാം, ഈയിടെയായി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്, അങ്ങനെ പോവുകയാണ്. അങ്ങനെയൊക്കെയായിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ വഴക്ക്, പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇവർ എല്ലാ ദിവസവും നേരിടുന്നത്. അതിനുശേഷം അതിന്റെ ന്യായീകരണം പറയുക, ആത്മഹത്യക്ക് ശ്രമിക്കുക, അങ്ങനെ പോവുക, ഇങ്ങനെ പോവുക. എല്ലാ ദിവസവും ഇതേ പരിപാടിയുള്ള ജസ്ന സലീമിന് കണ്ണന്റെ ഫോട്ടോ വരക്കാൻ എവിടെ സമയം കിട്ടി? അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോ ജസ്ന സലീമിന്റെ കണ്ണനെ വരച്ചുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി എന്ന് പറയുന്നത് തമ്മിൽ തല്ലിക്കാനാണ്. അതായത് ആരെങ്കിലും മതം തലക്ക് പിടിച്ച ചില ആൾക്കാരുണ്ടല്ലോ, അത് മുസ്ലിമീങ്ങളിലുണ്ട്, ഹിന്ദുക്കളിലുമുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്. ആ രണ്ട് വിഭാഗക്കാർ, അതായത് മതം 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 എന്ന് പറഞ്ഞ് ചാകുന്ന രണ്ട് വിഭാഗത്തിലുള്ളവർ തമ്മിൽ തല്ലി ചാകാൻ വേണ്ടി വെറുതെ പറയുകയാണ് കണ്ണനെ വരച്ചുകൊണ്ടാണ് ഞാൻ വീടുണ്ടാക്കിയതെന്ന് പറഞ്ഞ്. അത് കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർ എന്ത് വിചാരിക്കണം? നല്ലവരായ ഹൈന്ദവർ കുറച്ച് ജസ്ന സലീമിന് സപ്പോർട്ട് ഉണ്ട് നമ്മൾ വിചാരിക്കാൻ വേണ്ടി വെറുതെ പറയുകയാണ്. പിന്നെ ജസ്ന സലീം എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ ചോദിച്ചല്ലോ, അതിനുള്ള മറുപടി ഇൻസ്റ്റഗ്രാമിൽ 5-6 അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ലൈവ് ഇടുന്നുണ്ട്. ആ ലൈവ് എന്ന് പറയുമ്പോൾ പൈഡ് ലൈവും ചിലപ്പോൾ ഇവർ അടിക്കുന്നുണ്ട്. അതായത് നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ ഇവരുടെ ലൈവ് കാണാൻ പറ്റും. അത് എന്ത് ലൈവാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നീട് എല്ലാ ദിവസവും 5-6 വീഡിയോ വെച്ചാണ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. അതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് തിങ്ക് ചെയ്താൽ അറിയാൻ പറ്റും അവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയതെന്ന്. വെറുതെ പറയുകയാണ് കണ്ണനെ വരച്ചുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി. ജസ്ന സലീമിന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവർ പറയുന്നു 750 കണ്ണന്റെ ചിത്രം വരച്ചു കൊണ്ടാണ്, അത്ര ഓർഡർ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീട് വെച്ചതെന്ന്. 750 ഒന്നും വേണ്ട ജസ്ന, 100 പേര് ആരാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അതായത് ജസ്നയുടെ ഈ കണ്ണനെ വരച്ചത്, അതായത് ജസ്ന വരച്ച കണ്ണനെ വാങ്ങിയത് ഞാനാണെന്ന് പ്രൂഫ് സഹിതം, അതായത് നിന്റെ ഈ റോഡ് സൈഡിൽ കിട്ടിയ ആൾക്കാർക്ക് ഒരു 100-50 കൊടുത്ത് അവരെ സ്ക്രീനിൽ കൊണ്ടുവരാതെ പ്രൂഫ് സഹിതം 100 പേരെ നിനക്ക് കാണിക്കാൻ പറ്റുമോ? എന്തിനു വേണം 20 പേരെ നിനക്ക് കാണാൻ പറ്റുമോ? ആരും, ഞാനൊരു കാര്യം പറയുകയാണ്, നല്ലവരായ ഹൈന്ദവർ ആരും ഇവരുടെ ചിത്രം മേടിക്കുന്നില്ല. വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുകയാണ്. ജനങ്ങൾക്ക് മതി. അതായത് ഇവൾ ഇങ്ങനെ വൃത്തികേട് വിളിച്ച് പറയുമ്പോൾ ഒരു 25% വരുന്ന ആൾക്കാർ അത് സത്യമെന്ന് വിചാരിക്കും. അത് ഇവൾക്ക് മതിയല്ലേ? നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയും ഇത് ഉഡായിപ്പാണെന്നാണ്. അപ്പോൾ ജസ്ന സലീമിന് വീണ്ടും പറയുകയാണ് ഞാൻ മുസ്ലിം അല്ല, എന്നെ മുസ്ലിം എന്ന് വിളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുകയാണ്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം, അവരുടെ കാര്യം ഇത്ര ചർച്ച ചെയ്ത സ്ഥിതിക്ക്. ഓക്കെ, ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പം ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. നോക്കൂ, നല്ലവരായ മുസ്ലിമീങ്ങൾ പറയുന്നത് ജസ്ന സലീം ഇങ്ങനെ തന്നെ, അതായത് മതമില്ലാതെ ജീവിക്കുന്നതാണ് നല്ലത് എന്നാണ് നല്ലവരായ മുസ്ലിം മതം ഫോളോ ചെയ്യുന്നവർ പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക്, അതായത് മുസ്ലിം മതം വിശ്വസിക്കുന്നവർക്ക് അതൊരു വലിയൊരു ഡിസ്റ്റർബാണ്. ജസ്ന സലീമിന് മതമില്ല, ഇനി മുസ്ലിം അല്ല എന്ന് പറഞ്ഞതിൽ നല്ല കാര്യമെന്നാണ് മുസ്ലിം മതം വിശ്വസിക്കുന്നവർ പറയുന്നത്. കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി, ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. കുട്ടിയാ? കിളവിമാർക്ക് കുട്ടീന്ന് വിളിക്കാവോ? എന്തെന്നാണ് പറയുന്നത്? അപ്പോൾ കുട്ടികൾ എന്തെന്ന് വിളിക്കണം? നമ്മൾ കേരളത്തൊരു അതായത് പുതിയ വേർഡ്, പുതിയൊരു വാക്യം നമ്മൾ കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ചെറിയ കുട്ടികളെ എന്തെന്ന് വിളിക്കണം? വേറൊരു പേരായി നമ്മൾ വിളിക്കണം. കിളവിമാരെ കുട്ടികളെന്ന് വിളിക്കാൻ, അതായത് ബുദ്ധി എന്ന് പറയുന്ന സാധനം തലയിലില്ല. സ്വയം ചിന്തിക്കണം, എനിക്ക് എത്ര വയസ്സായി, ഞാൻ ഇപ്പോഴും കുട്ടിയാണോ എന്ന്. ഓക്കെ, ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. ഇപ്പൊ ഈ മതമില്ല എന്ന് പറയുന്നത് വലിയൊരു തീരുമാനമാണ് അല്ലേ? അപ്പൊ നാളെ ഇനിയിപ്പോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ്, എല്ലാവരും മരിക്കും, മരണം എല്ലാവർക്കും ഉണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ജസ്നേനെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇവിടെ ഖബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട്, ജെസ്സിയെ, എന്നെ അവർ ജെസ്സിയെ നട്ട വിളിക്കുക, ജെസ്സിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാൾക്കുള്ള ഒരു കുറച്ച് സ്ഥലം മാറ്റി വെച്ചോ, നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാന്ന് പറഞ്ഞിട്ട്.
പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ. പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിന്റെ ബാക്കിൽ, അത്രേ ഉള്ളൂ. ഞാൻ പൊട്ട് തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, നീ പൊട്ട് കുത്തല്ലേ വാപ്പാനെ പള്ളി കമ്മിറ്റിന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞ അങ്ങനെ പുറത്താക്കണേ, വീടിന്റെ ബാക്ക് സ്ഥലം ഉണ്ടല്ലോ. ജസ്ന സലീമിന് അറിവില്ലാതെയാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജസ്ന സലീമിന് നിലവിൽ കുട്ടികൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്കത് ക്ലിയറായി അറിയില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, നാളുകളിൽ ജസ്ന സലീം അതായത് മരിച്ചു എന്ന് നിങ്ങൾ വെക്കുക. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികൾ അവളുടെ, അതായത് ജസ്ന സലീമിൻ്റെ പേരിലാണ് സ്ഥലമുള്ളത്, ജസ്ന സലീമിൻ്റെ വീടാണ് എന്നെങ്ങ് പോലും അവർ അവിടെ അടക്കാൻ സമ്മതിക്കൂല. അത് ഉറപ്പാണ്. എന്തിനു വേണം പ്രവാസികളുടെ ഉപ്പന്മാർ, അതായത് പ്രവാസികളുടെ ബാപ്പന്മാർ, പ്രവാസികളുടെ അച്ഛന്മാർ 5ഉം 10ഉം വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കുകയാണ്. അതിനുശേഷം മരിച്ചാൽ മയ്യത്ത് പോലും ആ വീട്ടിൽ വെക്കാൻ മക്കൾ അനുവദിക്കുന്നില്ല. ആ ഒരു മക്കളുടെ കാലഘട്ടമാണ്. അപ്പോൾ അവിടെ അടക്കാൻ സമ്മതിക്കുമെന്നാണ് ജസ്ന പറയുന്നത്. അങ്ങനെ അവിടെ അടക്കി കഴിഞ്ഞാൽ എന്തായിട്ടുണ്ടാകും? അവിടെ ചുറ്റുപാടുള്ള വീട്, അതായത് എനിക്ക് പറയാനുള്ളത്, ജസ്ന സലീം എവിടെയാണ് വീടെടുത്തത് അവിടെ നിങ്ങൾ ആരും സ്ഥലം എടുക്കണ്ട, അവിടെ ആരും വീട് കെട്ടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാവിയിൽ ജസ്ന സലീമിന് കഷ്ടകാലം കൊണ്ട് അവിടെ അടക്കി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നമ്മൾ ജീവിക്കും? ഓക്കെ, ബാക്കി സോറി, ഞാൻ അങ്ങനെ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കറണ്ടും പോയി. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.